ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കാത്തിരുന്ന് മനുഷ്യന് ഭ്രാന്ത് വരാൻ തുടങ്ങി. കുറേ നേരം വെയിറ്റ് ചെയ്ത് 8:30 വരും എന്ന് പറഞ്ഞ അവസാനം ഇപ്പോ സംഭവം വന്നിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് മമ്മൂട്ടിനെ കുറിച്ചാണ്, ബ്രഹ്മയുഗത്തിനെ കുറിച്ചാണ്. ഓരോ സിനിമയ്ക്കും, അത് ഏതൊരാളുടെ സിനിമയാണെങ്കിലും അത് കാണാൻ പല പല കാരണങ്ങളുണ്ടാവും. പക്ഷെ മമ്മൂക്കിന്റെ ലാലേട്ടന്റെ ഒക്കെ പടങ്ങൾ വരുമ്പോൾ, എസ്പെഷ്യലി ഇപ്പോ മമ്മൂക്കാന്റെ സിനിമകൾ വരാന്ന് പറയുമ്പോൾ, അതിനിപ്പോ ഏത് ഡയറക്ടർ ആണെങ്കിലും എത്ര വലിയ കാസ്റ്റ് വേറെ ഉണ്ടെങ്കിലും ആ സിനിമ ത്രില്ലോടെ കാത്തിരിക്കാൻ ഒരൊറ്റ കാരണമേ ഉണ്ടാവുള്ളൂ. വൺ ആൻഡ് ഓൺലി പത്മശ്രീ ഭരത് മമ്മൂട്ടി. സോ അധികമൊന്നും പറയില്ല, 2 മിനിറ്റ് 39 സെക്കൻഡിലെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. വരൂ, ഒരുമിച്ച് കാണാം. റെഡി. സ്വപ്നം കണ്ടോ? കാലം എന്തൊരരസികന. വിരസതയുടെ പ്രളയത്തിൽപ്പെട്ട് മുങ്ങിത്താവുമ്പോ മലയാളി എന്തിനാ നല്ലത്? ഇത് കരിക്കള്, ഇത് രണ്ടും പകിടം. എറിയുമ്പോ വീണെണ്ണം നോക്കി കരുനീക്കണം. ആദ്യം ഇവിടെ കരുത്തുന്ന ആൾ ജയിക്കും. ഒക്കെ ഭാഗമൂല്യ. ഇത് കരിക്കള്, ഇത് രണ്ടും പകിടം. എറിയുമ്പോ വീണെണ്ണം നോക്കി കരുനീക്കണം. ആദ്യം ഇവിടെ കരുത്തുന്ന ആൾ ജയിക്കും. ഒക്കെ ഭാഗമൂല്യ. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. ഇത് രണ്ടും പകിടം. ഒക്കെ ഭാഗമൂല്യ. ഇത് കളിക്കള്, ഇത് രണ്ടും പകിടം. ഇത് കളിക്കള്, ഇത് കളിക്കള്, ഇത് കളിക്കള്, ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. അതെന്താണ് ഇപ്പൊ കണ്ടത്? മമ്മൂക്കിന്റെ ഫൈനലി ചിരി കിട്ടുന്ന സാധനം കേട്ടോ. ഇതുവരെ പോയതൊക്കെ അടിപൊളി. ബട്ട് എനിക്കില്ല ചിരി, എന്റെ അമ്മോ. അത് രണ്ടാമത് ഞാൻ ഇപ്പൊ എടുത്ത് കാണുന്നില്ല, കാരണം അത് പ്രത്യേകം അത് തന്നെ എടുത്ത് കാണണം. അത് കിഡിലൻ. ആഹാ, ഗ്രേറ്റ്. സംഭവം ടൈം ട്രാവലറിനെ കേട്ടോ, അങ്ങനെ തോന്നുന്നത്. കുറെ ആൾക്കാർ പറഞ്ഞത് ഇങ്ങനെ ചുരുളിയൊക്കെ ഉള്ള പോലെ വീണ്ടും വീണ്ടും വീണ്ടും. കാരണം ഇത് കരിക്കള്, ഇത് പകിട, ബാക്കിയുള്ളവന് ജയിക്കുന്നതല്ലേ ആ ഒരു സംഭവം. ഇത് കരിക്കള്, ഇത് പകിട, ഇത് കരിക്കള്, ഇത് പകിട. ആ സംഭവം പറയണത് ഭയങ്കര രസമുണ്ട്. അർജുൻ അശോകന്റെ പെർഫോമൻസ് വേറെ ലെവലായിരിക്കും മിക്കവാറും ഇതിൽ കാണാൻ പറ്റും. ഞാൻ പറയുന്നത് ഹൈപ്പ് സിനിമ വലിയ ആ രീതിയിലേക്ക് ആരും എന്ത് പറഞ്ഞാലും ആൾക്കാർ ഹൈപ്പ് വെച്ചിട്ട് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കാറ് ഡയലോഗ് ഒന്നും ഒരാളെങ്കിലും വരാറുണ്ട്. അതുകൊണ്ട് പറയാണ്, നിങ്ങൾ പറ, ഇത് കണ്ടിട്ട് എങ്ങനെയാണ് പറയാണ്ടിരിക്കണത്? നിങ്ങൾക്ക് ഹൈപ്പായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഇത് അമ്മാതിരി സാധനമല്ലേ നിർണ്ണയിക്കണത്. അപ്പൊ ഉള്ളത് പറയാണ്ടിരിക്കാൻ പറ്റുമോ? ഗ്രേറ്റ്, ശരിക്കും കിഡിലൻ ട്രെയിലർ, ഔട്ട്സ്റ്റാൻഡിങ്. അങ്ങനത്തെ ട്രെയിലറാണ് തന്നിരിക്കുന്നത്. അതല്ലാണ്ട് വേറൊന്നും പറയാനില്ല. ആ മമ്മൂക്ക ആ ഡയലോഗ് പറയണത്, അല്ല നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്, പിന്നെ അടിമനെ പോലെ കാലില് എന്തോ ചെങ്ങലിട്ട് അവിടെ ഇട്ടേക്കാണ്. അത് എനിക്കൊന്ന് അവിടെ പോയിട്ട് പകിട കളിച്ച് തോറ്റപ്പോ അത് മമ്മൂക്കേന്റെ ഒപ്പം കളിച്ച് ജയിക്കണം.
ജയിച്ചാൽ അവിടെ നിന്ന് പോവാം, തോറ്റാൽ പുള്ളിക്കാരന്റെ അടിമയായിട്ട് അവിടെ കഴിയണം എന്നുള്ള രീതിയിലൊരു സാധനം. ഇത് സിനിമയിൽ അങ്ങനെ തന്നെയാണെന്നല്ല പറയുന്നത്, ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയാനുണ്ടോ. പിന്നെ ഒരു പകിടകളായിട്ടാണ് ഫുൾ സംഭവം കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോ ആ പകിട എന്ന് പറയണത് നമ്മുടെ ആ നമ്പറും കാര്യങ്ങളും അതൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവുമല്ലോ, ആ ഫാക്ടർ മമ്മൂക്കേന്റെ ആ പോറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ക്യാരക്ടർ. മറ്റു രണ്ടാൾക്കാർ കരുക്കള്, അവരാണ് ഇരിക്കുന്നത്. അതായത് സിദ്ധാർത്ഥ് ഭരതനും അർജുൻ അശോകനും. ഇവര് തമ്മിൽ ഒരു സംഭവം ഉണ്ടാവും. അത് മോസൻ കാറ്റ് പ്ലേ മമ്മൂക്ക ഇവരും തമ്മിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അതല്ലാണ്ട് ഈ രണ്ട് പേരും തമ്മിലുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആദ്യമാരെത്തും, എന്ത് സംഭവിക്കും, എന്താണ് വരാൻ പോകുന്നത്, ഇവിടുന്ന് ആര് പുറത്തു പോകും, അപ്പൊ ഇവര് തമ്മിലുള്ള പ്രശ്നം ഉണ്ടാവും. ഈ കത്തി ഇങ്ങനെ പിടിച്ചിട്ട് അർജുൻ അശോകൻ നിൽക്കുന്ന സംഭവം എനിക്ക് തോന്നുന്നു മിക്കവാറും അത് സിദ്ധാർത്ഥ് ഭരതനായിട്ടുള്ള സംഭവമായിരിക്കും. സിദ്ധാർത്ഥ് ഭരതനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ നോക്കുന്ന സാധനമോ അങ്ങനെ തരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ ഞെട്ടി എണീക്കുന്ന പോലത്തെ സംഭവം കാണിക്കുന്നുണ്ട്, എവിടെയോ ഒരു സ്ഥലത്ത് എത്തിയ പോലെ. എനിക്ക് തോന്നുന്നു എവിടെയെങ്കിലും കിടക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ട് പെട്ടെന്ന് ഞെട്ടി എണീക്കുമ്പോൾ വീണ്ടും ആ പഴയ സ്ഥലത്ത് തന്നെ എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത്തരത്തിലൊരു സാധനമാണോ എന്നൊരു ഡൗട്ട് കൂടി മനസ്സിലുണ്ട്. എന്തായാലും ഗ്രേറ്റ്, അല്ലാതെ ഒന്നും പറയാനില്ല. കിഡിലെ സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മമ്മൂക്കിന്റെ ചിരി ഒരു രക്ഷയില്ല, അത് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല കേട്ടോ. കിഡിലെ സാധനം. സോ കൂടുതൽ പറഞ്ഞ് വെറുതെ വഷളാക്കണില്ല. നിങ്ങൾക്ക് എന്താ തോന്നിയത് നിങ്ങൾ കമന്റിൽ പറയുക. അത് വായിക്കുമ്പോൾ നമുക്കറിയാലോ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. സോ മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ ഈ ഭൂതകാലം പോലൊരു സിനിമയല്ല എന്ന രീതിയിലൊക്കെ രാഹുൽ ശിവൻ പറയുന്നുണ്ടായിരുന്നു. ഭൂതകാലം പ്രേക്ഷകരും വരണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നാലും ട്രെയിലർ കാണുമ്പോൾ അതൊക്കെ മേലെയാണ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ